വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേര് പറഞ്ഞ് അടുത്ത മാസം നടക്കുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയിൽ പിണറായിയും എം.വി. ഗോവിന്ദനെയും പരസ്യമായി വിമർശിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് CPM കണ്ണൂർ നേതാക്കൾ. ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പിണറായിക്കും ഗോവിന്ദനുമെതിരെ മലയാളികളായ നേതാക്കൾ തന്നെ രംഗത്തെത്തി. അദാനിയുടെ സംരക്ഷകരായ പിണറായിക്കും ഗോവിന്ദനുമെതിരെ KK രാഗേഷിനെ മുന്നിൽ നിർത്തി ശൈലജയും ശ്രീമതിയും വിമർശന ശരങ്ങൾ ഉന്നയിച്ചു. EP ജയരാജനും ശ്രീമതിയെയും ശൈലജയെയും അനുകൂലിച്ച് രംഗത്തെത്തി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് CPMൽ അഭിപ്രായ ഭിന്നത ഉയർന്നതിന് പിന്നാലെ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ EP ജയരാജൻ പങ്കെടുത്തില്ല. യോഗത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം കണ്ണൂരിൽ തുടരുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് EP അറിയിച്ചതായാണ് വിവരം. ആയുർവേദ ചികിത്സ ചൂണ്ടിക്കാട്ടി അവധിക്ക് അപേക്ഷിച്ചതായും സൂചനയുണ്ട്. കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ നടക്കുകയാണ്. CPM നേതാക്കളിൽ ഭൂരിഭാഗവും യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ആദ്യമായാണ് കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നത്. എന്നാൽ ഇതിനിടെ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പാർട്ടിയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ പരസ്യമായി ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചതോടെ പാർട്ടിക്കുള്ളിലെ അതൃപ്തി പുറത്തു വന്നു. CPMൽ പല വിഷയങ്ങളിലും അടുത്ത കാലത്തായി രൂപം കൊണ്ട ആഭ്യന്തര ഭിന്നതകളാണ് വിഴിഞ്ഞ വിവാദത്തിലൂടെ മറനീക്കിയത്. പാർട്ടിയിൽ വിഭാഗീയത കത്തി നിന്ന കാലത്ത് പോലും ഉണ്ടാകാത്ത തരത്തിലാണ് നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത. പാർട്ടി കമ്മിറ്റികളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുമെങ്കിലും പരസ്യ പ്രസ്താവനകൾ പതിവില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം പാർട്ടിയിലെ അഭിപ്രായ ഭിന്നത മാധ്യമങ്ങളിലൂടെ തുറന്നു പറയാനും തുറന്നെഴുതാനും നേതാക്കൾ തയ്യാറാവുന്നു. വിഴിഞ്ഞ ഓഹരി വിൽപ്പനയും തുടർ വിവാദങ്ങളും CPMലെ കണ്ണൂർ ഘടകത്തിലെ ഉൾപോരിനും കാരണമാകുന്നു. മുഖ്യമന്ത്രി VD സതീശനെ പ്രതിരോധത്തിലാക്കാൻ CPM തൊടുത്ത വിവാദമാണ് തിരിച്ച് CPMലെ ഭിന്നത പരസ്യമാക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായ ശേഷം പിണറായി വിജയൻ ആദ്യമായി ഏറ്റെടുത്ത രാഷ്ട്രീയ വിഷയം അതിന് പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദൻ ഉറച്ച പിന്തുണ നൽകി വരുമ്പോഴാണ് മുതിർന്ന നേതാവായ EP ജയരാജൻ തന്നെ ആരോപണത്തെ അസാധുവാക്കുന്ന രീതിയിൽ പ്രതികരിച്ചത്. അദാനിയുടെ വിശദീകരണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയ EP ഈ വിഷയത്തിൽ പിണറായിയുടെ ലൈനിനൊപ്പമല്ല താനെന്ന് പരസ്യമാക്കുകയും ചെയ്യുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ ഇന്നലെയും PK ശ്രീമതി ഇന്നും ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ നിലപാടിനെ തള്ളിപ്പറയുകയും ചെയ്തതോടെ ആ ഭിന്നത കൂടുതൽ പ്രകടമായി. ദിവ്യസ് അയ്യരെ മാറ്റിയത് ഓഹരി വിൽപ്പനയ്ക്ക് എതിരായതിനാലാണെന്നായിരുന്നു KK രാഗേഷിന്റെ പ്രതികരണം. സർക്കാരിന് ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള അധികാരമുണ്ടെന്നാണ് രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും തുറന്നടിച്ചത്. അതുകൂടാതെ തെളിവില്ലാതെ ആരോപണം ഉന്നയിച്ചതിനെയും അവർ ചോദ്യം ചെയ്തു. അതോടെ ഫലത്തിൽ കണ്ണൂർ CPM ഈ വിഷയത്തിൽ രണ്ട് ചേരിയിലാണെന്ന് കൂടുതൽ വ്യക്തമാക്കുകയാണ്. TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും തെറ്റുതിരുത്തിയാൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞ M.V. ജയരാജന് അത് പിൻവലിക്കേണ്ടി വന്നതും ഇതിനിടയിൽ കണ്ടു. പ്രത്യക്ഷത്തിൽ KK രാഗേഷാണ് ഇതിന് ഉന്നമെങ്കിലും അത് ഫലത്തിൽ പിണറായിയെയും ഗോവിന്ദനെയും കൂടി ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്നാണ് സൂചനകൾ. മുതിർന്ന നേതാക്കൾ പലരെയും മറികടന്നാണ് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയന്റെ ഓഫീസിലെ ചുമതലക്കാരനിൽ നിന്ന് രാഗേഷ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. CPMൽ നടക്കുന്ന 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗവും അടുത്ത മാസത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് മുമ്പേയുള്ള വിമർശനങ്ങളുടെ കളമൊരുക്കൽ കൂടിയായി ഇതെല്ലാം വ്യാഖ്യാനിക്കപ്പെടുന്നു. VD സതീശിന്റെ മംഗലാപുരം സന്ദർശനവുമായി ബന്ധപ്പെടുത്തി വിഴിഞ്ഞ വിഷയം വലിയ പ്രചാരണ ആയുധമാക്കി വരുന്നതിനിടെയാണ് നേതാക്കൾ തമ്മിലുള്ള ഭിന്നത ഉടലെടുത്തിരിക്കുന്നത്. പാർട്ടി നേതാക്കളുടെ ഔദ്യോഗിക നിലപാടിനെ മുതിർന്ന നേതാക്കൾ തന്നെ തള്ളിപ്പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വിഴിഞ്ഞം പോർട്ടിൽ അദാനി ഗ്രൂപ്പ് തങ്ങളുടെ 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചത് ആയുധമാക്കി മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചത്. ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമാണെന്നും ഇതിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ടെന്നും പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും ആരോപിച്ചു. ഈ ആരോപണങ്ങൾക്ക് കരുത്ത് പകർന്നുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്ന് ദിവ്യസ് അയ്യരെ മാറ്റിയത് അദാനി ഗ്രൂപ്പിനെ സഹായിക്കാനാണെന്ന മറ്റൊരു ആരോപണം തൊടുത്തുവിട്ടു. M.V. ഗോവിന്ദനും ഇത് ഏറ്റുപിടിച്ചു. എന്നാൽ EP ജയരാജനെതിരെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു. വിവാദം അനാവശ്യമാണ്, കാര്യങ്ങൾ അദാനി തന്നെ വ്യക്തമാക്കിയതാണെന്നായിരുന്നു EPയുടെ പ്രതികരണം.
പ്രതികരണം. ഇത്തരം വിവാദങ്ങൾ വികസന പദ്ധതികളെ തകിടം മറിക്കുമെന്നും കേരളത്തിന് ദോഷം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരോപണങ്ങൾ വ്യക്തികളുടെ മാത്രം അഭിപ്രായം എന്ന നിലയ്ക്കാണ് ജയരാജൻ പ്രതികരിച്ചത്. ആവിലുമില്ല ദുനിയാവിലുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കരുതെന്നും പി.കെ. ശ്രീമതി പറഞ്ഞു. ദിവ്യ സയ്യരെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണത്തിലായിരുന്നു പ്രതികരണം. പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. വിഴിഞ്ഞത്തിൽ ഇ.പി. ജയരാജന്റെ നിലപാട് തന്നെയാണ് തനിക്കെന്ന് കൂടി പി.കെ. ശ്രീമതി പറഞ്ഞു വെച്ചു. ദിവ്യയുടെ സ്ഥാനമാറ്റം വിവാദമാക്കേണ്ടതില്ലെന്ന് കെ ശൈലജയും പറഞ്ഞു. സർക്കാരുകൾ മാറുമ്പോൾ ഉദ്യോഗസ്ഥരെ മാറ്റുന്നത് സാധാരണ സംഭവമാണെന്നും അവർ വ്യക്തമാക്കി. പാർട്ടി നേതൃത്വം എടുത്ത നിലപാടിനെ പരസ്യമായി തള്ളിക്കൊണ്ടുള്ള നേതാക്കളുടെ കടന്നുവരവ് CPM-ൽ അപൂർവമാണ്. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളാണ് ഇത്തരത്തിലുള്ള ഭിന്നാഭിപ്രായം പരസ്യമാക്കിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. വിഴിഞ്ഞ വിഷയത്തിൽ CPM നിലപാടിന് വിരുദ്ധമായി പാർട്ടി മുഖപത്രത്തിൽ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് നേതാക്കളുടെ ഭിന്നാഭിപ്രായങ്ങളും. പാർട്ടി പത്രത്തിൽ അങ്ങനെ വരാൻ പാടില്ലായിരുന്നുവെന്നും ജാഗ്രത കുറവുണ്ടായെന്നും സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പറഞ്ഞിരുന്നു. ഭിന്നാഭിപ്രായം പറഞ്ഞ നേതാക്കളുടെ കാര്യത്തിലും MP ഗോവിന്ദൻ ഇതേ നിലപാട് സ്വീകരിക്കുമോ എന്നത് കണ്ടറിയാം. കേരളത്തിലെ തോൽവിയും വരുത്തേണ്ട തിരുത്തലുകൾക്കും രൂപം നൽകാൻ മാത്രമാണ് പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുണ്ടായ പാർട്ടിയിലെ തെറ്റുതിരുത്തലുകൾക്കായി ഓഗസ്റ്റിൽ വിശാലമായ സംസ്ഥാന കമ്മിറ്റിയും ചേരാനിരിക്കെയാണ് ഈ നീക്കങ്ങളെല്ലാം. തെരഞ്ഞെടുപ്പിന് പിന്നാലെ കെ രാഗേഷിനെതിരെ കണ്ണൂരിലെ പാർട്ടിക്കുള്ളിൽ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉയർന്നിരുന്നു. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും തോൽവിയിൽ രാഗേഷിനാണ് ഉത്തരവാദിത്തമെന്നാണ് വിമർശനം. ഇതിനിടയിലാണ് ദിവ്യ സയ്യരുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും നേതാക്കളുടെ തള്ളിപ്പറയലും. വ്യക്തി താൽപര്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടത്തുന്നു എന്നുള്ള വിമർശനങ്ങൾ രാഗേഷിനെതിരെ ചില നേതാക്കൾ ഉയർത്തുന്നുണ്ട്. തളിപ്പറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത് ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ആണെന്നാണ് ആരോപണം. പിണറായിയുടെ മൗനസമ്മതത്തോടെയാണ് ഗോവിന്ദൻ അത് നടപ്പിലാക്കിയതെന്നും എതിർത്തവർ കരുതുന്നു. വിയോജിപ്പുകൾ ഉയർന്ന് അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അറിയിക്കാം എന്ന ധാരണയിലാണ് യോഗം പിരിഞ്ഞത്. എന്നാൽ ഒറ്റ പേരായി മാത്രം നൽകി. പിണറായിയോ ഗോവിന്ദൻ മാഷിനെയോ നേരിട്ട് തള്ളിപ്പറയാൻ ധൈര്യപ്പെടാതെ രാഗേഷിനെ ചാരിയുള്ള നീക്കത്തിന് പിന്നിലും സംഘടിത നീക്കമാണെന്ന സംശയവും ഉയരുന്നുണ്ട്. പി ജയരാജന്റെ പുതിയ പുസ്തകത്തെ മുൻനിർത്തി പല ഭാഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ചർച്ചകൾ ഇതിനിടയിൽ നടന്നു വരുന്നതും അണികളെ ഉണർത്തുന്നുണ്ട്. വിമതരെ ക്ഷണിച്ചതിൽ പാർട്ടിയിലെ വിരുദ്ധാഭിപ്രായങ്ങൾ വിവാദമായതിന് പിന്നാലെ വിഴിഞ്ഞ മോഹരി കൈമാറ്റ വിഷയത്തിൽ ഭിന്നസ്വരമുണ്ടായി. കുത്തകവൽക്കരണം ഉണ്ടാകുമെന്നും സംസ്ഥാന താൽപര്യം ബലികഴിപ്പിക്കുന്നുവെന്നുള്ള സംശയമാണ് പിണറായി ഉയർത്തുന്നത്. MP ഗോവിന്ദനും തോമസ് ഐസക്കും KN ബാലഗോപാലുമെല്ലാം ഇത് ഏറ്റുപിടിച്ചു. വിഴിഞ്ഞം തുറമുഖ ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പലരുമായി ചർച്ച നടത്തിയിരുന്നു. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നാൽ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ഓഹരി കൈമാറാമെന്ന് കമ്പനിക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ച് താഴെ തട്ടിൽ ഉയർന്ന വികാരം സംസ്ഥാന നേതൃത്വം വേണ്ടത്ര ഉൾക്കൊണ്ടില്ലെന്നും തിരുത്തലുകൾ ഉണ്ടായില്ലെന്നുമുള്ള വിലയിരുത്തലുമുണ്ട്. ഈ അതൃപ്തി മനസ്സിലാക്കിയാണ് സർക്കാരിനെ തുടക്കത്തിൽ തന്നെ കടന്നാക്രമിക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. എന്നാൽ PM ശ്രീയിലും വീര്യം കുറഞ്ഞ മധ്യത്തിലും എന്നതുപോലെ വിഴിഞ്ഞ വിഷയത്തിലും ഭൂതകാലം CPM-ന് തിരിച്ചടിയായി.